ഒന്ന് രാജാക്കന്മാർ അധ്യായം 20. അരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടി അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമരിയെ നിരോധിച്ചു, അതിന്റെ നേരെ യുദ്ധം ചെയ്തു. അവൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചു. അവനോട്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദദ് പറയുന്നു പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, എന്റെ യജമാനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെ നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. ദൂതന്മാർ വീണ്ടും വന്ന്, ബെൻഹദദ് ഇപ്രകാരം പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും. അവർ നിന്റെ അരമനയും നിന്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി, അവൻ ദോഷം ഭാവിക്കുന്നു നോക്കി കാണുമേൻ, നിന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയച്ചു ചോദിച്ചു. എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു. എല്ലാ മൂപ്പന്മാരും സകല ജനം അവനോട്, നീ കേൾക്കരുത്, സമ്മതിക്കുകയും വരുത് എന്ന് പറഞ്ഞു. ആകയാൽ അവൻ ബെൻഹദദിന്റെ ദൂതന്മാരോട്, നിങ്ങൾ എന്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയന്റെ അടുക്കൽ പറഞ്ഞയച്ചു നോക്കുകയും ചെയ്തു കൊള്ളാം, എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കാനോ എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു. ബെൻഹദദ് അവന്റെ അടുക്കൽ ആളയച്ചു, എന്നോട് കൂടിയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടി വാരുവാൻ ശമരിയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവ്, വാളരക്കി കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത് എന്ന് അവനോട് പറയുമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തന്റെ ഭൃത്യന്മാരോട് ഒരുങ്ങിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി. എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ അടുക്കൽ വന്ന് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ മഹാസംഘത്തെയൊക്കെ നീ കണ്ടുവോ? ഞാൻ ഇന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ എന്ന് നീ അറിയുമെന്ന് പറഞ്ഞു. ആരെ കൊണ്ട് എന്ന് ആഹാബ് ചോദിച്ചതിന് അവൻ ദേശാധിപതികളുടെ ബാലിക്കാരെ കൊണ്ട് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആർ പട തുടങ്ങാനും എന്ന് ചോദിച്ചതിന് നീ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ ദേശാധിപതികളുടെ ബാലിക്കാരെ എണ്ണി നോക്കി, അവർ 232 പേരായിരുന്നു. അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പടജനത്തെയൊക്കെയും എണ്ണി 7000 പേർ എന്ന് കണ്ടു. അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു. എന്നാൽ ബെൻഹദദ് തനിക്ക് തുണയായിരുന്ന 32 രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ചുമത്തനായിരുന്നു. ദേശാധിപതികളുടെ ബാലിക്കാർ ആദ്യം പുറപ്പെട്ടു. ബെൻഹദദ് ആളയച്ച് അന്വേഷിച്ചാറ് ശമരിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അപ്പോൾ അവൻ, അവർ സമാധാനത്തിന് വരുന്നു എങ്കിലും അവരെ ജീവനോട് പിടിപ്പീൻ, അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോട് പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാലിക്കാരും അവരെ തുടർന്ന് പോകുന്ന സൈന്യവുമായിരുന്നു. അവർ ഓരോരുത്തരും താന്താനെ നേരെ വരുന്നവനെ കൊന്നു. അരാമ്യർ ഓടിപ്പോയി. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. അരാം രാജാവായ ബെൻഹദദ് കുതിരപ്പുറത്ത് കയറി കുതിരച്ചവരോടുകൂടെ ചാടിപ്പോയി. പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു. അരാമരെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു. അതിന്റെ ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളുക. ഇനിയത്തെ ആണ്ടിൽ അരാം രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരുമെന്ന് പറഞ്ഞു. അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം. പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായ ഒരു സൈന്യത്തെയും കുതിരപ്പടിക്ക് സമമായ കുതിരപ്പടിയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക. എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക. നാം അവരെ തോൽപ്പിക്കുന്ന നിശ്ചയം. അവൻ അവരുടെ വാക്ക് കേട്ടു, അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേ ആണ്ടിൽ ബെൻഹദദ് അരാമിനെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേക്കിന് പുറപ്പെട്ടു വന്നു. ഇസ്രായേലിനെയും എണ്ണി നോക്കി അവർ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു. ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ 2 ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയം ഇറങ്ങി. അരാമിരോ ദേശത്ത് നിറഞ്ഞിരുന്നു. ഒരു ദൈവപുരുഷൻ അടുത്ത് വന്ന് ഇസ്രായേൽ രാജാവിനോട്, യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവ പർവ്വതദേവനാവുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ യഹോവ തന്നെയെന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ അവർ അവരുടെ നേരെ 7 ദിവസം പാളയം ഇറങ്ങിയിരുന്നു. 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമ്യരെ 1,00,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണമതിൽ വീണു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്നു ഒരു ഉള്ളറയിൽ ഒളിച്ചു. അവന്റെ ഭൃത്യന്മാർ അവനോട്, ഇസ്രായേൽ ഗൃഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാർ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെല്ലട്ടെ, പക്ഷെ അവൻ നിന്നെ ജീവനോട് രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. എന്റെ ജീവനെ രക്ഷിക്കണമേ എന്ന് നിന്റെ ദാസനായ ബെൻഹദദ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ജീവനോട് ഇരിക്കുന്നുവോ? അവൻ എന്റെ സഹോദരൻ തന്നെ എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത് ശുഭലക്ഷണം ധരിച്ച് ബന്ധപ്പെട്ട് അവന്റെ വാക്ക് പിടിച്ചു. അതേ നിന്റെ സഹോദരൻ ബെൻഹദദ് എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് വരുവീൻ എന്ന് പറഞ്ഞു. ബെൻഹദദ് അവന്റെ അടുക്കൽ പുറത്തേക്ക് വന്നു. അവനെ രഥത്തിൽ കയറ്റി. അവനോട്, എന്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചിറക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കി തരാം. എന്റെ അപ്പൻ ശമരിയ ഉണ്ടാക്കിയതുപോലെ നീ ദമേശക്കിൽ നിനക്ക് തെരുവീതികൾ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ആഹാബ്, ഈ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് ഉടമ്പടി ചെയ്ത് അവനെ വിട്ടയച്ചു. എന്നാൽ പ്രവാചക ശിഷ്യന്മാരെ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം തന്റെ ചങ്ങാതിയോട്, എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അവനെ അടിപ്പാൻ മനസ്സായില്ല. അവനോട്, നീ യഹോവയുടെ വാക്ക് അനുസരിക്കായിക്കൊണ്ട് നീ എന്നെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവനെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ട് കൊന്നു കളഞ്ഞു. പിന്നെ അവൻ മറ്റൊരുത്തിനെ കണ്ടു. എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു. അവനെ അടിച്ച് മുറിവേൽപ്പിച്ചു. പ്രവാചകൻ ചെന്ന് വഴിയിൽ രാജാവിനെ കാത്തിരുന്നു. അവൻ തലപ്പാവ് കണ്ണുവരെ താഴ്ത്തി കെട്ടി വേഷം മാറി നിന്നു. രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത്, അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു. അപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എന്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു, ഇവനെ സൂക്ഷിക്കണം, ഇവനെ കാണാതെ പോയാൽ
നിന്റെ ജീവൻ അവന്റെ ജീവന് പകരമിരിക്കും, അല്ലെങ്കിൽ നീ ഒരു താലന്ത് വെള്ളി തൂക്കി തരേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ ഒരിയൻ അങ്ങുമെങ്ങും ബദ്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, നിന്റെ വിധി അങ്ങനെ തന്നെ ആയിക്കട്ടെ, നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു. തൽക്ഷണം അവൻ കണ്ണിമേൽ നിന്ന് തലപ്പാവ് നീക്കി. അപ്പോൾ അവനൊരു പ്രവാചകൻ എന്ന് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു. അവൻ അവനോട്, യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ച് കളകൊണ്ട് നിന്റെ ജീവൻ അവന്റെ ജീവനും നിന്റെ ജനം അവന്റെ ജനത്തിനും പകരമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ട് ശമര്യയിലെത്തി.